നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ചെയ്യാനുള്ളത് ഒരു ഫിയറ്റ് പൂന്തോ കാറിന്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹെല്ല G5 പ്രൊജക്ടർ ആണ്. അതിൽ വന്നിരിക്കുന്ന ഒരു ഹാലജൻ ബൾബാണ്. അതിനെ മാറ്റിയിട്ട് ഒരു ഹെല്ല G5 പ്രൊജക്ടർ ആണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹെല്ല G5 പ്രൊജക്ടർ. അപ്പോൾ ആ ഹാലജൻ ബൾബോടെ മാറ്റുക, ഈ ഒരു പ്രൊജക്ടർ പ്ലേസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാനുള്ള ടാസ്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന ചേഞ്ച്, ഇതിൻ്റെ അകത്ത് എന്ത് ഔട്ട്പുട്ട് നമുക്ക് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് മെഷർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു പുന്തോ കാറിൻ്റെ ഹെഡ്ലൈറ്റാണ് നമ്മളിന്നിവിടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇതിലൊരു ടോട്ടലി ഒരു ഫെയ്ഡ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ്. ഹെഡ്ലൈറ്റിന് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്. അത് കുറച്ച് ഏജ്ഡ് ആയതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് റീസ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇത് പ്രോജക്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ലൈറ്റ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഈ ഹെഡ്ലൈറ്റിൽ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 60-55 വാട്ട് നോർമൽ ഹാലജൻ ബൾബ്സ് ആണ്. അതിൽ തന്നെ ഓസ്റാമിൻ്റെ ഒരു നൈറ്റ് ബ്രേക്കറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് വെളിച്ചം കൂടുതലുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൽ കിട്ടുന്ന നിലവിലുള്ള ഒരു ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ലൈറ്റ് ഓണാക്കി ഒരു വാളിലേക്ക് പ്രൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 790 അല്ലെങ്കിൽ ഒരു 800 ലക്സസ് ആണ് നിലവിലുള്ള പെർഫോമൻസ്. ഇനി നമ്മൾ അപ്ഗ്രേഡിന് ശേഷം എന്താണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചേഞ്ച് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ ആദ്യം കണ്ട ആ ലൈറ്റ് തന്നെയാണ് നമ്മളിവിടെ റീസ്റ്റോർ ചെയ്ത് ആ ഒരു റീഫർബിഷിങ് കഴിഞ്ഞ് അതുപോലെ തന്നെ പ്രൊജക്ടർ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് ഒരു ബ്രാൻഡ് ന്യൂ ലൈറ്റ് പോലെ ഏതാണ്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഏകദേശം നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ഹെഡ്ലൈറ്റിന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു പ്രൊജക്ടർ ഹെല്ലയുടെ G5 പ്രൊജക്ടർ ഇൻസ്റ്റോൾ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഷ്രൗഡ് എന്ന് പറയുന്നത് ഒരു പനമേര, പോർഷയിൽ വരുന്ന പനമേര മോഡൽ ഷ്രൗഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ DRLും ഇൻഡിക്കേറ്ററും എല്ലാം ഉണ്ട്. അത് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ DRLs വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇഗ്നിഷൻ ഓൺ ആയി കഴിയുമ്പോൾ ആ DRLs കത്തുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പനമേര ഷ്രൗഡ്സ് നോർമലി വരുന്നത് ഒരു ക്രോം ഫിനിഷിലാണ്. അത് നമ്മൾ ഡീക്രോം ചെയ്ത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വാഹനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ DRLൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഒരു 4 ഡോട്ട് DRL വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളതൊരു ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് അതൊരു ഇൻഡിക്കേറ്ററായിട്ട് സ്വിച്ച് ബാക്കും ചെയ്യും. അതായത് ഡ്യുവൽ ഫംഗ്ഷനുള്ള DRLs ആണ്. DRL വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു തികച്ചും ഒരു ഫാൻസി പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമ്മളുടെ ലൈറ്റ് ഔട്ട്പുട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഫാൻസി ഐറ്റംസിന് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും കൊടുക്കുന്നുമില്ല.